അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ആക്സിയം 6.2 പറഞ്ഞു കഴിഞ്ഞു, 6.1 6.2 പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാനുള്ളത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ആക്സിയം 6.1 6.2 നല്ല ബന്ധമുള്ളതാണ്. നമ്മൾ പഠിച്ചു എന്താണ് ഈ സം ഓഫ് രണ്ട് അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ അതിന് സപ്ലിമെൻ്ററി ആംഗിൾസ് എന്നും പറയും. അതുപോലെ തന്നെ അത് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്നും പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ്മ് എന്താണെങ്കിൽ 180 ആണെങ്കിൽ ഇതിന് നോൺ കോമൺ ആംസ് എന്തായിക്കാരും ഒരു ലൈന് ഫോം ചെയ്യുമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ലീനിയർ പെയർ ആക്സിയം എന്നും പറയും. ഇനി നമുക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നമുക്കറിയാം, രണ്ട് അതുപോലെ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ടുള്ള ലൈന് വരച്ചാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതും സമായിരിക്കും, ഇതും സമായിരിക്കുന്നു. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, ഇനി അത് നമ്മൾ വെരിഫൈ ചെയ്യാണ്, പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചാണ്, അത് മനസ്സിലാക്കി വെക്കുക. എന്താണ് അതാണ് തിയറം 6.1 പറയുന്നത്. അതാണ് ഇഫ് ടു ലൈൻസ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ, അത് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ കണ്ടുമുട്ടും, ദെൻ ദ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിനോട് ഈക്വൽ ആയിരിക്കും, ഇത് ഇതിനോടും ഈക്വൽ ആയിരിക്കും. അതാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്കറിയാം, ഇപ്പോൾ ഈ ലൈൻ എടുക്കുക. ഓക്കെ, ഈ ലൈൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒ എന്നുള്ള ഒരു റേ അതിൽ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ ലൈൻ എടുത്ത് ഇങ്ങനെ ഇത് വന്നാൽ ഇത് രണ്ടും എന്തായിരിക്കും 180 ആയിരിക്കുന്നു. ഓക്കെ, ഇത് രണ്ടും ഈ ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ ലൈൻ എടുത്ത് ഈ റേ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് രണ്ടും 180 ആയിരിക്കും. ഈ ആംഗിൾ 180 ആയിരിക്കും. ഇത് കോമൺ ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോയാൽ ഇവിടെ 180 ആണ്, ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും 180. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും എന്തായിരിക്കും 180 ആയിരിക്കും, അല്ല ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ രണ്ട് പെയറുണ്ട് അല്ലേ. ഒന്ന് ഏതൊക്കെയാണ്? AOC എന്നുള്ള BOD എന്നുള്ളൊരു പെയർ. AOC ഇത്, BOD ഇതൊരു പെയറാണ്. പിന്നെ അടുത്ത പെയറാണ് AODയും BOCയും ഇതും. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യുള്ളത് AOC ഈക്വലാണ് BOD എന്നുള്ളത്, ഇത് ഇതിനോട് ഈക്വൽ ആണെന്നുള്ളതും ഇത് ഇതിനോട് ഈക്വൽ ആണെന്നുള്ളതും പ്രൂവ് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ ആദ്യം ഇപ്പോൾ ഏതെടുത്തു? ഒരു CD എന്നുള്ള ലൈൻ എടുത്തു. ഈ CD എന്നുള്ള ലൈൻ എടുത്തു, അതിലെ OA എന്നുള്ള ലൈൻ റേ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ AOC പ്ലസ് BOD AOC പ്ലസ് AOD = 180 ആയിരിക്കും എന്നറിയാം. കാരണം എന്താണ്, അത് ഒരു ലൈൻ സെഗ്മെൻറ്റിൽ ഒരു റേ വരച്ച് കഴിഞ്ഞാൽ അതെന്തായിരിക്കും 180. അത് രണ്ടിൻ്റെയും സപ്ലിമെൻ്ററി ആംഗിൾസ് ആയിരിക്കും, 180 ആയിരിക്കും തുക എന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AOC = BOD AOC പ്ലസ് AOD = 180 ആണ് എഴുതിട്ടോ. ഓക്കെ അല്ലേ? ഏതാണ്? AOC പ്ലസ് AOD 180 ആണ്. ഇതും കൂട്ടിയാൽ 180 ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? വേറെ ഒന്നും കൂടി എഴുതാം. ഏത്? AOD പ്ലസ് BOD. എങ്ങനെ കേട്ടോ? AOD പ്ലസ് BOD എന്താണ് 180 എഴുതുക. കാരണം അതും എന്താണ്, ഇതും എന്താണ് മൊത്തത്തിലൊരു ലൈനാണ്. ഇത് ഒരു റേ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് 180 ആയിരിക്കും സം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായി? ഇതിൽ നിന്ന് രണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ നിന്ന് രണ്ടെന്ന് ഇപ്പോൾ രണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഇതും പിന്നെ അതും. ഇതിൽ നിന്ന് രണ്ടെന്ന് നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? AOC പ്ലസ് AOD. ഓക്കെ, AOC പ്ലസ് AOD സമമാണ് AOD പ്ലസ് DOB. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. AOC പ്ലസ് AOD = AOD പ്ലസ് BOD. അപ്പോൾ എന്താണ് ഇവിടെ AOD കോമൺ ആണ്.
ഓക്കെ. അപ്പോൾ നമുക്ക് ആ കോമൺ ആയതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? AOC ഈസിക്കൽ ടു BOD എന്നുള്ളത്. AOC ഈസിക്കൽ ടു BOD ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ എന്താണ്? സിമിലർലി എന്തായിരിക്കും? AOD ഈസിക്കൽ ടു BOC ആയിരിക്കും എന്നുള്ളത് മനസ്സിലായി. അതായത് ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എന്താണ്? 180 ഇതും 180. അപ്പോൾ രണ്ടും 180 ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ കോമൺ. ഈ കോമൺ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇതും ആണുള്ളത്. അപ്പോൾ ഇതും എന്താവും? സമമാണെന്ന് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇതും എടുത്തു, പിന്നെ ഇതും എടുത്തു കഴിഞ്ഞാലും ഇത് കോമൺ ആണ്. ഇത് രണ്ടും ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അപ്പം 180 മനസ്സിലാവും. അപ്പോൾ മറ്റേ രണ്ടും സമാണെന്ന് മനസ്സിലാവും. അപ്പോൾ എന്ത് മനസ്സിലായി ഇവിടുന്ന്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ. ഇനി എക്സാമ്പിൾസ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതാണ് തിയറം 6.1. ഇനി എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻ ഫിഗർ 6.9 കേട്ടോ. ഫിഗർ 6.9 ഏതാണ്? ലൈൻസ് PQ ആൻഡ് RS. ഏതാണ്? PQ ഇതും RS ഇതും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് O എന്നുള്ള പോയിന്റ്. ഈ PQR ആൻഡ് ROQ, PQRും ROQ അല്ല PORും പിന്നെന്താ ROQ ഇതാണ്. ഇത് രണ്ടും എന്താണ്? 5:7 എന്നുള്ള റേഷ്യോയിലാണ് അവരുടെ ആംഗിളിൻ്റെ ഡിഗ്രി. PORൻ്റെയും ROQയുടെയും ഡിഗ്രി എത്രയാണ്? അത് 5:7 എന്നുള്ള ഡിഗ്രിയാണ്, റേഷ്യോയിലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ കാണുന്നത്? നമുക്കറിയാം ഇത് മൊത്തത്തിൽ എന്താണ്? 180 ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് 5 ഇത് 7 എന്നുള്ള റേഷ്യോയിൽ, അപ്പോൾ മൊത്തം 12 എന്നുള്ളത്. അപ്പോൾ 180 എന്താക്കുക? 12 ആക്കുക. എന്നിട്ട് 5 ഭാഗം PORനും 7 ഭാഗം ROQക്കും ആയിരിക്കും. അതാണ് ഇവിടെ ചെയ്തത്. എന്താണ്? POR ഈസിക്വൽ ടു 5/12. 12 അവിടെ നട്ടത് 5 + 7 എന്നുള്ള 12 ഭാഗമാക്കി. എന്നിട്ട് 180 ഗുണിച്ചു. അപ്പോൾ 75 കിട്ടി. അപ്പോൾ 75 ആണ് എന്തിൻ്റെത്? POR. പിന്നെ മറ്റേത് എത്രയാണ്? ROQ 7 ആണ്. 7 ആണ് റേഷ്യോ തന്നിട്ടുള്ളത്. 7/12 × 180. 180 എന്താണ്? ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ എന്താണ്? 180 ആണ്. ലീനിയർ പെയർ ഓഫ് ആംഗിൾസ്. പിന്നെ അതുപോലെ തന്നെ 5 7 ഇതിൻ്റെ റേഷ്യോ 5 ഇതിൻ്റെ റേഷ്യോ 7 ആണ്. അപ്പോൾ മൊത്തം എത്രയാണ്? 12 ആണ്. അപ്പോൾ 180 എന്നുള്ള മൊത്തം ഡിഗ്രീനെ 12 ഭാഗമാക്കിയിട്ട് 5 ഭാഗം PORനും 7 ഭാഗം ROQക്കും കൊടുക്കുക. അങ്ങനെയാണ് ഉത്തരം കണ്ടത്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെന്ത് ചെയ്യും? നമുക്കറിയാം 2 കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊക്കെ കിട്ടും. ഇത് 5ഉം ഇതും കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ കിട്ടും. കാരണം ഇത് നമുക്കിപ്പോൾ 75 കിട്ടി, ഇത് 105 കിട്ടി. പിന്നെ ഇതിനോട് ഇതെന്തായിരിക്കും? 105 ആയിരിക്കും. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇതെന്തായിരിക്കും? 75 ആയിരിക്കും. അതും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അതാണ് പറഞ്ഞത്. ഇനി എക്സാമ്പിൾ 2ൽ പറയുന്നത് OS എന്നുള്ള സ്റ്റാൻഡ്സ് ഓൺ ലൈൻ POQ എന്നുള്ള ലൈനിൽ എന്തുണ്ട്? OS എന്നുള്ള ഒരു റേ നിൽക്കുന്നുണ്ട്. ഇതാണ് OS. ഇനി എന്താ പറയുന്നത്? OR എന്നുള്ളതും OT എന്നുള്ളതും അവിടെ വേറെ രണ്ടെണ്ണമുണ്ട്. അതെന്താണ്? ബൈസെക്ടേഴ്സ് ആണ്. POS SOQൻ്റെ ബൈസെക്ടേഴ്സ് ആണ്. POS X ആണെങ്കിൽ ROT കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ. POS ഏതാണ്? POS ഇത് X ആണ്. ഇതിൻ്റെ മൊത്തം ഇത് X ആണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത്? ROT കണ്ടുപിടിക്കാൻ. ROT ആണ് ഇതിങ്ങനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് സിമ്പിളാണ്. കാരണം നമുക്കറിയാം എന്താണ്? ഇത് മൊത്തത്തിലൊരു ലൈനാണ്. ഓക്കെ. ഇത് മൊത്തത്തിൽ ലൈനാണ്. ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആംഗിളിനെ ഈക്വലായിട്ട് വീതിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതൊരു ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഒരു റേ നിൽക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായിരിക്കും? 180 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി പറയുന്നത് എന്താണ്? POS അതിലൊരു ആംഗിൾ POSും SOQയും 180 ആണ്. അതിൽ POS X ആണെങ്കിൽ X + SOQ എന്തായിരിക്കും? POS X ആണ്. അത് നമ്മൾ X എന്ന് എഴുതി POSന് പകരം. കാരണം ഇവിടെ POS അത് X ആണ്. X എന്ന് ഇവിടെ എഴുതി. പിന്നെ SOQ ഉണ്ട്. ഇവിടെ ഉള്ള SOQ എഴുതി. അത് 180 ആയിരിക്കും. അപ്പോൾ ഇനി എന്താണ്? POS X ആണെങ്കിൽ SOQ എന്തായിരിക്കും? 180 - X ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ എന്താണ്? OR എന്നുള്ളത് ഇതെന്താണ്? ഈ POSൻ്റെ ബൈസെക്ടറാണ്. ഓക്കെ. അപ്പോൾ എന്തോ ROS ഇതിലൊരു ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ ROS എന്നുള്ള എന്തേക്കാരം? ഈ POSൻ്റെ പകുതി ആയിരിക്കും.
POS എന്താണ് എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ x/2 എന്നുള്ളതായിരിക്കും അവിടെ കിട്ടുക. ഇനി SOT എന്താണ്? ഈ OT എന്നുള്ളത് എന്താണ്? ഇതിൻ്റെ മൊത്തം ബൈസെക്ടറാണ്. അപ്പോൾ അതിൽ പെട്ടത് എന്താണ് SOT എന്നുള്ളത്. SOT എന്താണ്? SOQൻ്റെ പകുതി ആയിരിക്കും. SOQ എന്നുള്ളത് എന്താണ്? 180 മൈനസ് എക്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും. അതിൻ്റെ പകുതി എത്രയായിരിക്കും? 180ൻ്റെ പകുതിയാണ് 90. പിന്നെ എക്സിൻ്റെ പകുതി x-2 എന്നുള്ളത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? SOT 90 മൈനസ് SOT എത്ര കിട്ടി? 90 മൈനസ് x/2 എന്നും കിട്ടി. പിന്നെ ഇതിന് മുമ്പുള്ള ഇത് ROS x/2 എന്നും കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് കാണാണ്? ഇത് മൊത്തം കാണാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? x/2 എന്ന് കിട്ടി. ഇത് നമുക്ക് 90 മൈനസ് x/2 എന്നും കിട്ടി. ഓക്കെ അല്ലേ? ഇതും കിട്ടി നമുക്ക്, ഇതും കിട്ടിപ്പോൾ. എന്താണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. ആദ്യത്തെ x/2 കിട്ടി. പിന്നെ ഇത് എത്രയാണ്? 90 മൈനസ് x/2 കിട്ടി. ഇനി ഇതും കാരണം ഇതാ മൊത്തം നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ മതി. ഇത് രണ്ടും കൂട്ടാന്നാൽ 90 മൈനസ് x/2 പ്ലസ് x/2. അപ്പോൾ x/2 ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആണ്. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. ബാക്കി എത്രയാണ്? 90 കിട്ടും. അതാണ് ഇനി പറയുന്നത്. ROT ഈസ് ഈക്വൽ ടു ROT എന്ന് പറഞ്ഞാൽ ROSഉം SOTയും കൂടി ചേർന്നാണ് എന്ത്? ROT അല്ലേ? കാരണം നമുക്കറിയാം ഇവിടെ ROTൻ്റെ നമ്മൾ കാണാൻ പറഞ്ഞത് അത് ROSഉം SOTയും കൂടി ചേർന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് രണ്ടിൻ്റെയും ROS എത്രയാണ്? x/2 ആണ്. SOT എന്ന് പറഞ്ഞാൽ 90 മൈനസ് x/2 ആണ്. അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ 90 ഉള്ളത്. ഓക്കെ. ഇനി അടുത്തൊന്ന് നിങ്ങൾ തന്നെ ചെയ്യട്ടോ. എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ എക്സസൈസ് 2, 3, 4, 5, 6 ഇത് എല്ലാം കണ്ടത് സിമ്പിളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ചെയ്തു തരാം. ഓക്കെ. ഞാനെന്താ വെച്ചാൽ ഇപ്പോൾ ചോദിക്കില്ല, അവസാനമായിരിക്കും ഈ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ ഒരു നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും ചെയ്യണം. പിന്നെ ആ സമയത്ത് അയച്ചു തരണം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചൻ്റെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളോട് ക്ലാസ് തീരും. അപ്പോൾ ഞാൻ അടുത്ത എക്സസൈസിൻ്റെ അതിൽ ഇടുമ്പോൾ അത് നിങ്ങൾ അയച്ചു തരണം. അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സ് എന്നുള്ള ഭാഗമാണ്. ഓക്കെ. ഇനി പാരലൽ ലൈൻസ് ആൻഡ് ട്രാൻസ്വേഴ്സ്. ഈ ട്രാൻസ്വേഴ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ട്രാൻസ്വേഴ്സ്? ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈന് വേറെ രണ്ടോ അതിലധികമോ ലൈൻസിനെ വ്യത്യസ്ത പോയിന്റിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ ലൈൻ എന്ന് പറയുന്ന പേരാണ്, ആ കണ്ടുമുട്ടുന്ന ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിൽ എന്നുള്ള രണ്ട് വ്യത്യസ്ത ലൈനുകളെ ഈ എൽ എന്നുള്ള ലൈന് കണ്ടുമുട്ടുകയാണെങ്കിൽ ഈ പോയിന്റിലും ഈ പോയിന്റിലും കണ്ടുമുട്ടുന്നെങ്കിൽ ഈ എൽ എന്നുള്ള ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഈ ട്രാൻസ്വേഴ്സിൽ നിന്നുണ്ട് ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ വ്യത്യസ്ത ലൈനിനെ രണ്ടോ അതിലധികമോ ലൈനിനെ കണ്ടുമുട്ടിയാൽ അവിടെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും, ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഏതൊക്കെ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊന്ന് വായിച്ചു നോക്കുക. എക്സ്റ്റീരിയർ ആംഗിൾസ് 4 ഉണ്ടാവും. ഇൻറ്റീരിയർ ആംഗിൾസ് 2 ലൈനിനാകുമ്പോൾ എന്താവും? ഇപ്പോൾ ഇവിടെ 2 ലൈനാണല്ലോ ഇല്ലേ? അങ്ങനെ 2 ലൈനാകുമ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. ഇൻറ്റീരിയർ ആംഗിൾസും 4 ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്? ഇതുമാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അതായത് പുറത്തുള്ള ആംഗിൾസ് ആണ്. ഈ 2 ലൈനിൻ്റെയും പുറത്താണ് ഈ 4 1, 2, 7, 8. ഇനി ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? 3, 4, 5, 6 ആണ്. ഉള്ളിലുള്ള ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇനി അതുപോലെ തന്നെ വേറെ കുറച്ച് ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ആംഗിൾസിനെ നോക്കാം. അതിലൊന്നാമതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. എന്താണ് കറസ്പോണ്ടിങ് ആംഗിൾസ്? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്? ഇതും കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇതും കറസ്പോണ്ടിങ് ആണ്. ഇതും കറസ്പോണ്ടിങ് ആണ്. ഇതും കറസ്പോണ്ടിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? ഒരു ഭാഗത്തുള്ള ഒരേ ഭാഗത്ത് ഒരു ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ ഭാഗം എടുക്കുക. അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സിൽ അതിൻ്റെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ എന്തുള്ളത്? ഒരു എക്സ്റ്റീരിയർ ആംഗിളും ഒരു ഇൻറ്റീരിയർ ആംഗിളും ഒരു ലൈനിൻ്റെ ഭാഗത്തുള്ള ഇപ്പോൾ ഈ ലൈനിൻ്റെ ഭാഗത്ത് ഉള്ള എക്സ്റ്റീരിയർ ആംഗിൾ എടുക്കുക, ഈ ലൈനിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾ കൊടുക്കുക. അങ്ങനെയുള്ള ലൈനാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്കറിയാം 1ഉം 5ഉം കറസ്പോണ്ടിങ് ആണ് അല്ലേ. ഈ ആംഗിളും കറസ്പോണ്ടിങ്. കാരണം ഈ ലൈനിൻ്റെ പുറത്തുള്ള ഇത് എന്താണ് പുറത്തുള്ള ആംഗിളാണിത്. ഇനി ഈ ലൈൻ എടുത്താൽ അതിൻ്റെ അതേ സൈഡിലായിരിക്കണം, പക്ഷെ ഇതെന്തായിരിക്കും ഉള്ളിലായിരിക്കണം. അപ്പോൾ ഇതുമാണ് ഇത്. ഇനി എന്തായിരിക്കും 6 ഇതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ ഏതായിരിക്കും? ഇത് ഉള്ളിലാണ്, ഇവിടെ ഇതായിരിക്കും കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി 3ൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ 3ഉം 7ഉം ആയിരിക്കും. അപ്പം അതാണ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആംഗിൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആണ്, അങ്ങോട്ടോട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് 3ൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ് ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. 4 ഓൾട്ടർനേറ്റ് അല്ല ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും, ഉള്ളിലുള്ള ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പം 3ൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളാണ് 5, കാരണം ഇങ്ങനെ പോകുന്നത്, ക്രോസ് ആയി പോകുന്നത്. 4ൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് 6 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 പേര്. ഇനി എക്സ്റ്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇപ്പോൾ അതിലിപ്പോൾ ഉദാഹരണം കൊടുക്കുന്നത് 1ൻ്റെ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിളാണ് നേരെ ക്രോസ് ചെയ്തിട്ടുള്ളത് 7 എന്നുള്ളത്, 8ൻ്റെത് നേരെ ക്രോസ് ചെയ്തിട്ട് 2 എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് പഠിച്ചു കഴിഞ്ഞു. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇത് രണ്ടുമാണ്. ഇനി അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സിൻ്റെ സെയിം സൈഡുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ഏതാണ്? ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇപ്പോൾ ഇത് ട്രാൻസ്വേഴ്സലാണ്. ഈ ട്രാൻസ്വേഴ്സിൻ്റെ സെയിം സൈഡ് ഒന്നുകിൽ ഈ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡ്. അപ്പോൾ റൈറ്റ് സൈഡുള്ള ഏതൊക്കെയാണ്? റൈറ്റ് സൈഡുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് 3ഉം 6ഉം അല്ലെങ്കിൽ 4ഉം 5ഉം. അതാണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കിവിടെ എന്ത് ഇപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അത് മനസ്സിലായി? ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ ഭാഗത്തുള്ള ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് എടുത്തു കഴിഞ്ഞാൽ ഇതുമാണ് ഒരേ സൈഡിലുള്ള ട്രാൻസ്വേഴ്സിൻ്റെ ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ്. അതുപോലെ തന്നെ 3ഉം 6ഉം ട്രാൻസ്വേഴ്സിൻ്റെ വലത് ഭാഗത്തുള്ള ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇൻറ്റീരിയർ ആംഗിൾസിന് എന്ത് പറയും? ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സിന് കോൺസിക്യൂട്ടീവ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയും, അലീഡ് ആംഗിൾസ് എന്ന് പറയും, കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്നൊക്കെ പറയും. അത് നമുക്ക് എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഈ ലൈന് നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞ ഉദാഹരണത്തിൽ ലൈനുകൾ എന്താ പാരലൽ അല്ല. ഇനി പാരലൽ ആകുമ്പോൾ എന്തൊക്കെയാണ് ഈ ആംഗിൾസിന് ഉണ്ടാവുന്ന പ്രത്യേകത എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് 2 ലൈനുകൾ പാരലൽ ആകുമ്പോൾ എന്തൊക്കെയാണ് ഈ കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഉദാഹരണത്തിൽ നമ്മളോട് പറഞ്ഞപ്പോൾ എന്താ വെച്ചാൽ, ഈ ഉദാഹരണത്തിൽ നമ്മളോട് ഇതൊക്കെ മെഷർ ചെയ്യാൻ പറയട്ടെ. 1 5, 2 6, 3 7, 4 8, അത് ഈ കറസ്പോണ്ടിങ് ആംഗിൾസിനെ മെഷർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആംഗിൾസിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാണ് മനസ്സിലായി. അതായത് ഒന്നിനോട് ഈക്വലാണ് ഇനി ഇപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലാണ് മനസ്സിലാക്കും. അതായത് ഒന്നിനോട് ഈക്വൽ ആയിരിക്കും 5 എന്നുള്ളത്, 2നോട് ഈക്വൽ ആയിരിക്കും 6 എന്നുള്ളത്, 4നോട് ഈക്വൽ ആയിരിക്കും 8 എന്നുള്ളത്, 3നോട് ഈക്വൽ ആയിരിക്കും 7 എന്നുള്ളത്. അങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ആക്സിയം 3 ആയിട്ട് പറയുന്നത്. 6.3 എന്താണ്? ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് 2 പാരലൽ ലൈൻസ്. അപ്പോൾ ശ്രദ്ധിക്കണം, പാരലൽ ലൈൻസ് ആയിരിക്കും. ദെൻ ഈച്ച് പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ എന്താ കാരണം? കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഓരോ പെയറും ഈക്വൽ ആയിരിക്കുന്നു. ഓക്കെ, ഇതിന് നമ്മൾ പറയുന്നവരാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആക്സിയം എന്നുള്ളത്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇനി ഒരു ട്രാൻസ്വേഴ്സിൽ 2 ലൈനുകൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അപ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുകയും ചെയ്താൽ എന്തായിരിക്കും? ആ 2 ലൈനുകൾ പാരലൽ ആയിരിക്കും. അതായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അത് നോക്കാം. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് 2 ലൈൻസ് സച്ച് ദാറ്റ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ദെൻ എന്താണ്? ദെൻ 2 ലൈൻസ് ആർ പാരലൽ ആയിരിക്കും. 2 ലൈൻസ് പാരലൽ ആയിരിക്കും. ഇനി അത് നമ്മൾ എന്താണ് തെളിയിക്കുകയാണ്. അപ്പോൾ തെളിയിക്കുമ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു എ ഡി എന്നുള്ള ലൈന് വരയ്ക്കാൻ പറയുന്നുണ്ട്. എ ഡി എന്നുള്ള ലൈന് വരയ്ക്കുക. പിന്നെ എന്താകുക? ബി എന്നുള്ള സി എന്നുള്ള പോയിൻ്റ് അടയാളപ്പെടുത്തുക.
എന്നിട്ട് എന്താകുക എ ബി ക്യു എന്നുള്ളത് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ എ സി എസ് എന്നുള്ള ബി സി എസ് എന്നുള്ള എന്താ ആംഗിൾസ് ഉണ്ടാക്കുക. ഇനി പറയുന്നത് ഇവിടെ നിന്ന് എന്താക്കുക, ഇങ്ങനെ രണ്ട് ആംഗിൾസ് ഉണ്ടാക്കുക. ഏതൊക്കെയാണ്? എ ബി ക്യും അതുപോലെ തന്നെ ബി സി എസും. എ ബി ക്യു ഇത്, ബി സി എസ് ഇത്, ഇങ്ങനെ രണ്ട് ആംഗിൾസ് ഉണ്ടാക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്യൂ ബി എന്നുള്ളതിനെയും അതുപോലെ തന്നെ എസ് സി എന്നുള്ളതിനെയും ഇങ്ങോട്ട് വലിക്കുക. ഓക്കെ, അതാണ് നമ്മളിവിടെ വലിച്ചു കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താകും, 2 ലൈൻസ് ഉണ്ടാക്കും, പി ക്യു ആൻഡ് ആർ എസ്. ഇനി എന്താകുക, ഈ ലൈൻസ് എന്താണില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇനി എന്താ ചെയ്യുക, നമുക്ക് ഇപ്പോൾ എന്തുണ്ടായി, രണ്ട് ആംഗിൾസ് ഉണ്ടാക്കി. എ ബി ക്യു എന്നുള്ളതും ബി സി എസ് എന്നുള്ളതും. ഇനി നമ്മളോട് പറഞ്ഞാൽ ഇതിങ്ങോട്ട് വലിക്കുക. ഇനി നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ഇത് രണ്ടും ഇവിടെ ഡിസ്റ്റൻസ്, ഓരോ ഭാഗത്തും ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഡിഫറെൻറ്റ് പോയിന്റിൽ ലെങ്ത്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഈക്വൽ ആണെന്ന് മനസ്സിലാവും, സെയിം ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ ലൈൻ എന്താണ്, പാരലൽ ആണെന്നുള്ളത്. അപ്പോൾ എന്താ ആദ്യം മനസ്സിലാകുന്നത്, ഇതിപ്പം ഇവിടെ നമ്മളിപ്പോൾ എ ബി ക്യു എന്നുള്ളതും ബി സി എസ് എന്നുള്ളതും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഈ ആംഗിൾസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കണം, ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്തായി, ഈ ആംഗിൾസിൻ്റെ ഇത് ഇങ്ങോട്ട് വലിച്ചു. എന്നിട്ട് നമ്മൾ ഇതെന്തായി, ഡിസ്റ്റൻസ് എല്ലായിടത്തുള്ള ലെങ്ത്ത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും, അത് എല്ലായിടത്തും സെയിം ആണ്. ഓക്കെ, എല്ലായിടത്തും സെയിം ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ലൈൻസ് പാരലലാണ്. അപ്പോൾ എന്ത് മനസ്സിലായി, നമ്മളിവിടെ ആംഗിൾ ഈക്വലായ ആംഗിൾ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ലൈന് വരച്ചത്. അപ്പോൾ എന്ത് മനസ്സിലായി, ഈ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതിന് ഇപ്പോൾ ഈ ലൈന് ഇപ്പോൾ ഇതിന് ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഈ ലൈന് ഇപ്പോൾ ഇത് പാരലൽ ലൈനാണ്, ഇത് ട്രാൻസ്വേഴ്സലാണ്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇത് വരുന്നത്, ഇത് കറസ്പോണ്ടിങ് ആംഗിൾസുമാണ്. ഓക്കെ, ഇത് ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ എന്താ മനസ്സിലായി, ഇത് ട്രാൻസ്വേഴ്സലാവുമ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിക്കാരം, ഈക്വൽ ആകുമ്പോൾ നമുക്ക് നമ്മൾ അളന്നിട്ട് മനസ്സിലായി എന്ത്, ഇത് സെയിം ആണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ലൈനും പാരലലാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്ത്, അതിൻ്റെ ആക്സിയാണ് 6.4 പറയുന്നത്. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്ട്സ് ടു ലൈൻസ് സച്ച് ദാറ്റ് എ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായ രൂപത്തിൽ രണ്ട് ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയൽ ആംഗിൾസ്. ഇനി നമ്മൾ ഈ കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ ഇത് വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയൽ ആംഗിൾസും എന്താണ് ബന്ധം നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, കറസ്പോണ്ടിങ് ഇൻറ്റീരിയൽ ആംഗിൾസിൻ്റെ ഇത് മനസ്സിലാക്കില്ലേ. കറസ്പോണ്ടിങ് ഇൻറ്റീരിയൽ ആംഗിൾസ് എല്ലായിടത്തും സമമായിരിക്കും. അത് ഒരു ട്രാൻസ്വേഴ്സിൽ രണ്ട് പാരലൽ ലൈൻസിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻറ്റീരിയൽ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും പറഞ്ഞു, കറസ്പോണ്ടിങ് ഇൻറ്റീരിയൽ ആംഗിൾസ് ഈക്വൽ ആകുന്ന തരത്തിൽ രണ്ട് ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ രണ്ട് ലൈനുകളും എന്തായിരിക്കും, പാരലൽ ആണെന്നും പറഞ്ഞു. ഇനി നമ്മൾ എന്ത് തെളിയിക്കുകയാണ്, ഇൻറ്റീരിയൽ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയൽ ആംഗിൾസ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തെളിയിക്കുകയാണ്. ഓക്കെ, അതിന് എന്ത് ചെയ്യുക, ബി ക്യു ആർ ഏതാണ് ഇവിടെ. ഇനി ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയൽ ആംഗിൾസ് ഒന്ന് ബി ക്യു ആറും പിന്നെ ഏതാണ് ക്യു ആർ സി. ഇത് ക്യു ആർ സി. ഓക്കെ, ഒന്ന് ഇതും പിന്നെ ഇതുമാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറെ ഇൻറ്റീരിയൽ ആംഗിൾ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയൽ ആംഗിൾ ആണെന്ത്, ഒന്ന് എ ക്യു ആർ അല്ലേ, എ ക്യു ആറ്, പിന്നെ ഏതാണ് ക്യു ആർ ഡിയും. ഓക്കെ, ഇതും. ഇനി നമ്മൾ രണ്ടും സമാണെന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം പി ക്യു എ എന്നുള്ളത് ക്യു ആർ സി സമമാണ്. പി ക്യു എ ക്യു ആർ സി സമമാണെന്നുള്ളത്. പി ക്യു ഏതാണ്, പി ക്യു എ ഇതും ക്യു ആർ സി ഏതാണ്, ഇതും സമമാണ്. അതെന്തുകൊണ്ടാണ് പി ക്യു എയും ക്യു ആർ സി സമമായത്, നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പി ക്യു എ ബി ക്യു ആർ സമാണെന്ന് നോക്കാം. പി ക്യു എ ഏതൊക്കെ, പി ക്യു എയും പിന്നെ ഏത് പി ക്യു എയും ബി ക്യു ആറും.
പി ക്യു എയും പി ക്യു ആറും സമമാണ്. കാരണം എന്താണ്, ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അതും സമമാണ്. അപ്പോൾ ഏതൊക്കെയാണ്, ഇതും ഇതും സമമാണ്, കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇതും സമമാണ്, അപ്പോൾ എന്താണ്, അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെ സ്വാഭാവികമായിട്ട് എന്ത് കാര്യം ഇതും സമമായിരിക്കും. അപ്പം എന്തായി, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് സമമായി എന്നുള്ളത്. അതാണ് അവർ പറയുന്നത്. 1, 2 മനസ്സിലാക്കും. ബി ക്യു ആർ എന്തേക്കാരം ക്യു ആർ എസിനോട് സമമാണെന്നുള്ളത്. അപ്പോൾ എന്തേക്കാരം എ ക്യു ആറും ക്യു ആർ ടിയും സമമായി അല്ല, അതും സമമാണ്. അപ്പം ഒന്നുകൂടി പറയാം. ഇപ്പോൾ നമുക്കറിയാം ഇതും എന്താണ് സമമായിരിക്കും. കാരണം എന്താണ്, അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി ഇതും സമമായിരിക്കും. അതെന്തുകൊണ്ടാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, ഇതിനോട് ഇതും സമമാണ്. അപ്പോൾ ഇതും സമമായിരിക്കും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് തെളിയിക്കുക ഇതും സമമാണെന്നുള്ളത്. എങ്ങനെയാണ് തെളിയിക്കല്, ഈ ആംഗിളും സമമാണ് അല്ലേ. ഇതും സമമാണ്, കാരണം എന്താണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി ഇതിനോട് സമമാണ് ഇത്, കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനോട് ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് നിങ്ങൾക്ക് ശരി ഈക്വലായി. ഇതിനോട് തന്നെ ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്നുള്ളത് ശരിയായി. അപ്പോൾ ഇതും എന്തായിരിക്കും, സമമായിരിക്കും. അപ്പം നമുക്ക് തെളിയിക്കുക എന്താണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, സമമായിരിക്കും. അതാണ് നമ്മൾ തിയറം 6.2 പറയുന്നത്. ഇഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്ട് 2 പാരലൽ ലൈൻസ് ദെൻ ഈച്ച് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും എന്നുള്ളത് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ കൺവേഴ്സ് ഉപയോഗിക്കുകയാണ്. കൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ പറയുക. അപ്പം നമുക്ക് എന്താണ്, ഒരു ട്രാൻസ്വേഴ്സിൽ 2 ലൈനുകളെ കണ്ടുമുട്ടുമ്പോൾ, ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സിൽ 2 ലൈനുകളെ കണ്ടുമുട്ടുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് സമമാണെങ്കിൽ ആ 2 ലൈൻസ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും എന്നുള്ളത്. അതാണ് എന്താണ്, ഇഫ് എ 2 ലൈൻസ് പാരലൽ ആയിരിക്കും ഇഫ് എ പെയർ ഓഫ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എന്നുള്ളത്. അതാണ് നമ്മൾ ഇനി തെളിയിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ തെളിയിക്കുകയാണ് എന്താണ്, 2 ലൈനുകളെ എന്താണ് പി എസ് എന്നുള്ള ഒരു എന്താണ് ട്രാൻസ്വേഴ്സിൽ എന്താകുന്നുണ്ട്, 2 ലൈനുകളെ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ. ഈ പി എസ് എന്നുള്ളത് ഇതിനെയും എന്താകുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിക്ക് എങ്ങനെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ബി ക്യു ആർ എന്നുള്ളത് ക്യു ആർ സിനോട് എന്താണ് ഈക്വൽ ആണ്. ബി ക്യു ആർ എവിടെയാണ്, ബി ക്യു ആർ ഇതും അതുപോലെ തന്നെ ക്യു ആർ സിയും, ഇത് ഈ ആംഗിളും ഈക്വൽ ആണ്. ഈ ആംഗിളും ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അങ്ങനെ രീതിയിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, ഇത് എ ബി എന്നുള്ളത് സി ഡി എന്നുള്ളത് പാരലൽ ആണോ എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഈ ആംഗിളും ഈക്വൽ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ബി ക്യു ആർ എന്നുള്ളത് പി ക്യു എനോട് സമമാണുള്ളത്. ഈ ആംഗിളിനോട് സമമാണ്. കാരണം എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി അതുപോലെ തന്നെ ബി ക്യു ആർ എന്നുള്ളത് ക്യു ആർ സിനോട് സമമാണ്. ഏത്, ബി ക്യു ആർ എന്നുള്ളതും ക്യു ആർ സിനോട് സമമാണ്. അപ്പോൾ എന്ത് മനസ്സിലായി, അതായത് ഓൾട്ടർനേറ്റീവ് നമുക്ക് അവിടെ തന്നതാണ്, ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇതിനോട് സമമാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിന്ന് ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക്, ഇപ്പോൾ